നമുക്കൊരു 1 മിനിറ്റ് ഇതിനെ അടച്ചു വയ്ക്കാം. കുറച്ച് ഉള്ളി, മല്ലിയില, നാരങ്ങ, ഡെക്കറേഷൻ പൊളിയല്ലേ, സംഗതി പൊളിച്ചു. അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. തന്തൂരി ചിക്കൻ സാധാരണ ഓവനിലും ഗ്രില്ലിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മളിന്ന് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഒരു ഫ്രൈ പാനിലിട്ട് നമ്മൾ ആ സ്മോക്കൊക്കെ കൊടുത്ത് ശരിക്കും ഒറിജിനൽ തന്തൂരി ചിക്കൻ ടേസ്റ്റോട് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ചിക്കൻ എടുത്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1.5 കിലോ ആണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ 1.5 കിലോ ആണ്. കോഴി 2.5 കിലോ ഉണ്ട്, 2.200. നമുക്ക് എല്ലാത്തിനും ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. നല്ല ആഴത്തിൽ ലൈൻ ഇട്ട് കൊടുക്കണം, അപ്പോൾ ഉള്ളിൽ മസാലയൊക്കെ ഇറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി മസാല മിക്സ് ചെയ്യാം. ആദ്യം നല്ല ഫ്രഷ് തൈര് കുറച്ച് ഒഴിക്കാം. ഇത് മസാല വളരെ കൂടുതലൊന്നുമില്ല, കുറച്ച് മസാല മാത്രമേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പ് പാകത്തിന് മതി. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകൾ എല്ലാ ഭാഗത്തൊന്നും ആവണം. ഇത്രയേ ഉള്ളൂ ഇതിന് മസാലക്കൂട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ആകെ 3-4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് പൊളിയാണ്. ഇതിന് മസാല ഇതിനകത്തൊക്കെ ഉള്ളിലൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ലൈനിൽ ശരിക്കും മസാല ഇറക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ശരിക്കും റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റിന് വെക്കണം. ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല, ഒരു 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നമുക്ക് അടച്ച് വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ, ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പ് കത്തിക്കാം. കത്തുണ്ട്, അത് വെയിലായതുകൊണ്ട് അറിയുന്നില്ല. അത് ഫ്രൈ പാൻ ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് ഓയിൽ, കുറച്ച് ബട്ടർ, സാൾട്ടഡ് ബട്ടറാണത്. ബട്ടർ വേണമെന്ന് നിർബന്ധമില്ല, ഓയിൽ മാത്രം ഉള്ളെങ്കിൽ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഓരോ പീസ് എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കണം. അഞ്ച് പീസ് നമുക്കിതിന് ചേർന്നു. ഒരു 1.5 മിനിറ്റിന് ശേഷം ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വേഗം എല്ലാ സൈഡും പതുക്കെ മറിച്ചിട്ട് എല്ലാ സൈഡും നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ എല്ലാ സൈഡും മറിച്ചിട്ട് വേവിച്ചാൽ നല്ല എല്ലാ ഭാഗവും നല്ലോണം വേവും ചെയ്തിട്ട് നമുക്കൊരു ആ ഒരു കരിഞ്ഞ ഒരു ഫീലിംഗ്, ഒരു കളർ കിട്ടണം. അപ്പോഴാണ് ശരിക്കും ഈ തന്തൂരിൻ്റെ സ്റ്റൈലാകുക. ആ ഗ്രില്ലിലൊക്കെ വെച്ച് കരിച്ചൊരു സീനല്ലേ, അത് നമുക്ക് കിട്ടണം. പതുക്കെ മറിച്ചിട്ട് ഈ ഒരു കളർ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ഭാഗവും മറിച്ചിടണം. പൊളി. നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കരിഞ്ഞൊരു ഫീലിംഗ് കിട്ടിയാൽ സംഗതി കറക്റ്റാവും. നമുക്ക് മാറ്റാം, ബൗളിലേക്ക് മാറ്റാം. ഗ്യാസ് കുറച്ച് വെച്ച് ബൗളിലേക്ക് മാറ്റുക. നമ്മുടെ കാലൊക്കെ നല്ലോണം വെന്ത് പോയി. നമുക്ക് അടുത്ത സെക്ഷനിൽ പോകാം.
ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വലിയ പണി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ചെറിയൊരു പണി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കടയിൽ നമ്മൾ തന്തൂരി ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സംഗതി റെഡി. ഒരു ചെറിയ പണി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. നമുക്കിനൊരു ചെറിയൊരു ചാർക്കോണ്ട് കഷ്ണം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ ആ സ്മോക്ക്, ആ പുകയുണ്ടാക്കി എടുക്കുന്നത്. ഒന്ന് ചൂടാട്ടെ, നല്ലപോലെ ഒന്ന് ചൂടാട്ടെ. നമ്മുടെ ചാർക്കോൾ കനല, ഈ ചാർക്കോളിന് വേണമെന്നൊന്നുമില്ല, ഒരു കരിൻ്റെ ഒരു കട്ടയാലും മതി. നമുക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതിന് നമുക്ക് സെൻറ്ററിലിടാം. ഇതിലൊരല്പം ഓയിലിങ്ങനെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ നല്ലൊരു പുക കിട്ടും. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. അടിപൊളി. എന്താ മണം. ഇനി നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല. കുറച്ച് ഉള്ളി, മല്ലിയില, നാരങ്ങ, ഡെക്കറേഷൻ പൊളിയല്ലേ, സംഗതി പൊളിച്ചു. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കണില്ല, നമ്മുടെ വിനീതാണ് ടേസ്റ്റ് നോക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയും വിനീത? സംഗതി കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് വിനീത് പറയും എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത്. അത് ചില്ലി മയനൈസാണ്, ചില്ലി മയനൈസ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല, കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുന്നു. ഒന്നും പറയാനില്ല. ആണോ? സൂപ്പറായിട്ട് അടിപൊളി, നല്ല മണം, സൂപ്പർ. ഞാനത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ലൊരു മണം ഉണ്ടായിരുന്നു. അതിപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് കാട്ടുന്നില്ല, ആള് കൂടാനും പറ്റില്ല, ഭയങ്കര പ്രശ്നമാണല്ലോ. ഇത് അപ്പുറത്തൊക്കെ നല്ല മണം ഉണ്ടെന്നാണ് പറഞ്ഞത്. നിൽക്കാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചത് പൊളിയില്ലേ? പൊളി, അടിപൊളി സംഭവമാണ്. എന്തായാലും സൂപ്പർ ഒരു റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ഇരിക്കണം മാത്രം. ആ റെസ്റ്റ് ഇരുന്നാലേ ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലേ, നല്ല രസമാണ്. നമ്മളതുമില്ലാണ്ട് സ്മോക്ക് ആ ഫ്ലേവർ കൊടുത്തു, പോകൻ്റെ അല്ലേ, ആ പോകൻ്റെ ഫ്ലേവർ കൊടുത്തപ്പോൾ ഇതിൽ അറിയും വരും. ഒരു മിനിറ്റ് നമ്മൾ പോകൻ്റെ ഫ്ലേവർ കൊടുത്തപ്പോൾ ശരിക്കും നമ്മൾ ഗ്രില്ല് അല്ലെങ്കിൽ ഓവണിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രുചി തന്നെ ആയിരിക്കും സംഭവം. അങ്ങനെയല്ലേ? മസാല അടക്കം ഉള്ളിലടക്കം സംഭവം അടിപൊളിയാണ്. നമ്മൾ പതുക്കെ അങ്ങോട്ട് കൂടി മറിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണെന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതിൻ്റെ അഭിപ്രായം. അപ്പോൾ വിനീതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊന്ന് വിനീതിനെ ട്രീറ്റ് ചെയ്താണ്, തന്തൂരി ചിക്കൻ ഉണ്ടാക്കി ട്രീറ്റ് ചെയ്താണ്. ദാബ സ്റ്റൈൽ തന്തൂരി അല്ലേ? ദാബ സ്റ്റൈൽ തന്തൂരി ചിക്കനാണ്. അപ്പോൾ ഉപ്പൊക്കെ എങ്ങനെ കറക്റ്റാണ്? നമ്മളൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെ പെട്ടെന്ന് ഒരു അടിപൊളി ചിക്കൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സംഭവമാണ് എന്തായാലും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കട്ടെ, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ചെറിയ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. സംഭവം നല്ല അടിപൊളി പൊളിച്ചു അല്ലേ? പൊളി സാധനം, മണമാണ് സഹിക്കാൻ പറ്റാത്ത കേട്ടോ.